സർ, ഒരു 3 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് നാലകത്ത് ഗ്രൂപ്പ് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിലായിട്ട് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തുടക്കകാലത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണോ ഇപ്പോഴും നമ്മുടെ നാലകത്ത് ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്? താങ്ക് യു ഫോർ ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ. നമ്മൾ നാലകത്ത് ഗ്രൂപ്പിൻ്റെ 30 വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ 2011 മുതലാണ് ഈ ഗ്രൂപ്പിനെ നാലകത്ത് ഗ്രൂപ്പ് എന്ന പേരിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് ആശുപത്രി വ്യവസായം മൗലാന ഹോസ്പിറ്റൽ എന്ന പേരിലാണ് 1989 മുതൽ ഇതറിയുന്നത്. മഹത്തായ ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ഹാജി, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം അതൊന്നു മാത്രമാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രചോദനം. 1989 ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, എനിക്കിന്ന് 56 വയസ്സുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ 20 വയസ്സോ 19 വയസ്സോ ആയിരിക്കാം എനിക്കൊക്കെ ഉള്ളത്. അന്ന് ഒരു അവികസിത രാജ്യമായ നമ്മുടെ നാട്ടിലൊക്കെ എക്സ്റേക്ക് അപ്പുറം ട്രീറ്റ്മെൻറ്റിൽ ആശ്രയിക്കാവുന്ന സങ്കീർണമായ ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അതിൻ്റെ സങ്കീർണത നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ CT സ്കാൻ എന്നുള്ള ആ ഒരു ഉപകരണം എന്നാണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ തുടങ്ങിയത്? 2019. അപ്പോൾ അന്ന് 89 ശേഷം 30 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ പോലും അത്തരമൊരു ഉപകരണം നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്രയും സങ്കീർണമായ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മലബാറിൻ്റെ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. അതേപോലെ നമുക്ക് അപ്രാപ്യമായിരുന്ന പല ചികിത്സാ രീതികളും ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ഈ ആതുര ശുശ്രൂഷ രംഗത്ത് മലബാറിൻ്റെ വിശേഷിച്ച് പെരിന്തൽമണ്ണയുടെ പേര് ലോക ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ മലബാർ ഈ മൗലാന ഹോസ്പിറ്റൽ നാലകത്ത് ഗ്രൂപ്പിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇനിയും മുന്നോട്ടുള്ള ലക്ഷ്യവും എന്ന് വിചാരിക്കുന്നു. ആ എന്താ ഫൗണ്ടറിന്റെ അതേ ലക്ഷ്യവുമായിട്ട് തന്നെയായിരിക്കും ഇനിയും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് അതിൻ്റെ സ്ഥാപന ലക്ഷ്യം എന്തായിരുന്നു, അത് സഫലീകരിച്ചു. അതേ വിഷയങ്ങളിൽ തന്നെയാണ് ഇന്നും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അതിനൂതനമായിട്ട് മലബാറിൽ ആദ്യമായിട്ട് ഒരു റോബോട്ടിക് സർജറി പരിചയപ്പെടുത്തുന്നത് മൗലാന ഹോസ്പിറ്റലിലാണ്. ഏറ്റവും കൃത്യതയോടുകൂടി സർജന്മാരെ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും നിയന്ത്രിച്ചുകൊണ്ട് വളരെ കണിശമായ വളരെ സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷനുകൾ നടത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഏറ്റവും നൂതനമായ ടെക്നോളജിയാണ് റോബോട്ടിക് ടെക്നോളജി. തീർച്ചയായിട്ടും മെഡിക്കൽ ഹബ്ബാക്കി പെരിന്തൽമണ്ണയെ മാറ്റാൻ മൗലാനക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും മനസ്സിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് മാത്രമാണ്. പക്ഷെ സത്യത്തിൽ അത് മാത്രമല്ല, ഫുഡ് പ്രൊഡക്ട്സ്, ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള ഡിഫറെന്റ് വേർട്ടിക്കൽസ് ആണ്. അതായത് സർജിക്കൽസ് ആണെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റ് ആണെങ്കിലും അത് MRI പ്രൊഡക്റ്റ് പോലത്തെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും മെഡിക്കൽ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ബിൽഡിംഗ് മെറ്റീരിയൽ വേറെ ഒരു വേർട്ടിക്കലാണ്, ഫുഡ് പ്രൊഡക്റ്റ് വേറെ വേർട്ടിക്കലാണ്. എന്താണ് ഇതിന്റെ ഒരു യുക്തി? ഇങ്ങനെ ഡിഫറെന്റ് വേർട്ടിക്കൽസിലുണ്ട് മൗലാന ഇങ്ങനെ പടർന്നു വന്നിരിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു ചേതോവികാരമുണ്ട്. അത് നമ്മളൊരു സാധാരണ മനുഷ്യൻ ഒരു യാത്ര പോയി തിരിച്ചു വരികയാണെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യമായ യാത്രക്കുണ്ടായിരിക്കും. ആ യാത്രയിൽ കാണേണ്ട കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്ന് അതോടുകൂടി ആ യാത്ര മറന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു ബിസിനസ് മൈൻഡുള്ള ഒരാൾ നിരീക്ഷണ പാഠമോ, അതായത് നിരീക്ഷിക്കാനും അത് അഡാപ്റ്റ് ചെയ്യാനും ക്രിയേറ്റിവിറ്റിയോട് കൂടി അത് നടപ്പിലാക്കാനും അതിൻ്റെ റിസ്ക് മാനേജ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളുകൾ ഇപ്പോൾ മൗലാന ഹോസ്പിറ്റലിൽ പോലെ ബൃഹത്തായ ഒരു സംരംഭം തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്, മറ്റുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മെറ്റീരിയലിനുള്ള ക്ഷാമവും മെറ്റീരിയൽ ഗുണമേന്മയുള്ള മെറ്റീരിയൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്ക് അതിൻ്റെ ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ബിസിനസ് അതവിടെ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ സ്വന്തം നമ്മളിങ്ങനെ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് ആ പ്രദേശത്ത് തന്നെ ഒരു 60 കിലോമീറ്റർ റേഡിയസിൽ ശരിക്ക് മണല്, മെറ്റല്, കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ലഭ്യമാകുന്ന ഒരു സ്ഥാപനം അത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ലഭ്യമാക്കിയപ്പോൾ ആളുകൾ അതിനെ സ്വീകരിച്ചു. അതായിരുന്നു ആദ്യത്തെ സംരംഭം നാലകത്ത് ഗ്രൂപ്പ് എന്നുള്ളത് 2011. അതിനുശേഷം 2-3 വർഷത്തോളം ഈ മെറ്റീരിയലൊക്കെ പോകുന്നത് എന്തിനാണെന്ന് നോക്കിയപ്പോൾ അത് കോൺക്രീറ്റിനാണ് അതിന് മിക്കഭാഗം ഒരുപാട് പോകുന്നത്. അങ്ങനെ മലപ്പുറം ജില്ലയിലെ തന്നെ ആദ്യത്തെ റെഡിമിക്സ് കോൺക്രീറ്റിന്റെ പ്ലാന്റ് ക്യൂബിക്സ് അവിടെ സ്ഥാപിതമായി. അതിനുശേഷം ഒരു 2-3 വർഷത്തിന് ശേഷം ആണ് ഇതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള
നമ്മുടെ ക്യൂബ്രിക്സ് പേപ്പറുകൾ, റോഡ് പേപ്പറുകൾ, നമുക്കറിയാം കഴിഞ്ഞ 10-20 വർഷം കേരളം അഭൂതപൂർവമായിട്ടുള്ള ഒരു വികസനത്തിലാണ് നമ്മൾ വഴികളുടെയും റോഡുകളുടെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അതിനൂതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജി വൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് അത് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾക്കൊക്കെ ലഭ്യമാക്കുക എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഫുഡ് FMCG അതൊക്കെ പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലോട് കൂടി തന്നെ ആദ്യം മുതൽ തന്നെ അവിടെയുള്ള ജീവനക്കാർ, ഇപ്പോൾ 1000-1500 ജീവനക്കാരുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഉള്ളവർക്ക് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻറ്റീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെല്ലാം പ്രവർത്തിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഫുഡിൻ്റെ ഇൻഡസ്ട്രി എന്നുള്ളത് ഒരു പരിചയമില്ലാത്തൊരു മേഖലയും വേണ്ട. അതിലും ഇത് തന്നെ ഇപ്പോൾ ഞങ്ങളെ ഫൗണ്ടറെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്വന്തം വീട്ടിലുണ്ടാക്കിയിരുന്ന നാളികേരങ്ങളും നെല്ലും അവിടെ ആട്ടുന്ന എണ്ണയും ഒക്കെയാണ് മൗലാന ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ പുറത്തെ ആളുകൾക്ക്, രോഗികൾക്ക് കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അരിയടക്കം അവിടെ ലഭ്യമാക്കിയിരുന്നത്. അത്രയും ഗുണമേന്മയുടെ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു ആ പ്രവർത്തനം. ആ ഒരു ചിന്താഗതി തന്നെയാണ് സ്പൈസസിൻ്റെ പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ളത്. ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ആ മിഷനറിയുടെ കാഴ്ചപ്പാട്. അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ ഡിവേഴ്സിഫൈഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാർമക്കോളജി, അതേപോലെ പാരാമെഡിക്കൽ, അത് നഴ്സിംഗ് കോളേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെയും ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏറ്റവും നൂതനമായിട്ടാണ് ഇപ്പോൾ മൈൻഡ്, അതേപോലെ ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ മനഃശാസ്ത്ര ഹോസ്പിറ്റലും ഡി അഡിക്ഷൻ സെൻറ്ററും ഒക്കെ ഇന്ന് മാരകമായ ഈ കൊല്ലുന്ന ലഹരി എന്നുള്ള, ഇപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാട് ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കൊല്ലുന്ന ലഹരിക്കെതിരെയാണ്. അപ്പോൾ നമ്മൾ ലഹരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇവിടെ നിരോധിത ലഹരിയും നിരോധിക്കാത്ത ലഹരിയുണ്ട്. അതുകൊണ്ട് നിരോധിത ലഹരി പറയേണ്ട ഒരു ആവശ്യം അവിടെ വരികയാണ്. കാരണം മദ്യം ഗവൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ ലഹരിക്കെതിരെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് നിരോധിത ലഹരിയുടെ ഒരു കാലഘട്ടത്തിലാണ് കുടുംബങ്ങളിൽ കൊലപാതകങ്ങളും കുടുംബ ബന്ധങ്ങൾക്ക് വരകൽപ്പിക്കാത്ത മക്കളും ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് ഒരു 10 വർഷം പുറകോട്ട് തന്നെ ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതിന് വേണ്ടുന്ന സംവിധാനങ്ങളാണ് ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെന്റർ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു 22 ദിവസത്തെ ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നതോടുകൂടി ഇതിന്ന് ഒട്ടുമിക്ക ആളുകളെ രോഗമുക്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ. അത് ഒരു അഫോർഡബിൾ പ്രൈസിനാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ചാരിറ്റി ചെയ്യുന്ന രീതിയിലാണ് അതവിടെ. അപ്പം നമ്മളൊക്കെ കുടുംബങ്ങളിലോ നമ്മുടെയൊക്കെ ബന്ധങ്ങളിലോ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ഥാപനത്തിലൂടെ. അങ്ങനെ ഡിവൈസ്ഫൈഡ് ആയിട്ടുള്ള ഒട്ടും ബിസിനസ് എന്നുള്ളത് മാത്രമല്ല, അത് ആ ബിസിനസ്സിന് സമൂഹ നന്മക്ക് ഏത് വിധത്തിൽ ഉപയോഗിക്കാം എന്നും കൂടി ഈ നാലാമത്തെ ഗ്രൂപ്പ് മൗലാന ഹോസ്പിറ്റലിലൂടെയും അനുബന്ധ സ്ഥാപനങ്ങളിലൂടെയും പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കും. 1 മിനിറ്റോട് കൂടി നമ്മൾക്ക് ഒരാൾക്ക് 1 മിനിറ്റോട് കൂടി നമുക്ക് അവസാനിപ്പിക്കേണ്ട ചോദ്യങ്ങളാണ്. ചോദ്യം ഞാൻ ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് ചോദിക്കുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് നമ്മൾ, കാരണം ഭക്ഷണം കഴിക്കാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 4 ഗ്രൂപ്പ് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വേർട്ടിക്കൽസിലാണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചെയ്യുന്ന പണി വൃത്തിക്ക് ചെയ്യാം, ബാക്കിയുള്ള പണിയെ പറ്റി ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ പലപ്പോഴും നാടൻ ഭാഷയിൽ കേൾക്കാറുണ്ട്. എന്താണ് ഇതിനെ കുറിച്ചിട്ട് ചേർന്ന് പറയാറുണ്ട്? പെട്ടെന്ന് നമ്മളെ മെമ്പേഴ്സിന് ഒരു ഉത്തരം പറഞ്ഞു നന്നായിരുന്നു. അതെ, അത് നമ്മൾ ഈ ജർമ്മൻ പ്രൊഡക്റ്റുകളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അവരുടെ ഒരു പരസ്യവാദം ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ്. അത് അതിനു വേണ്ടി തന്നെ സംസാരിക്കുന്നു. മൗലാന ഹോസ്പിറ്റലാണെങ്കിലും അതേപോലെ അനുബന്ധ സ്ഥാപനങ്ങളാണെങ്കിലും ഇറ്റ് സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ്. അത് അതിനു വേണ്ടി തന്നെ സംസാരിക്കുന്നു. ഞങ്ങളുടെ പരസ്യങ്ങൾ, ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകളുടെ ഫീഡ്ബാക്കും അവർ മുഖേന വാമൊഴി മുഖേന മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും തന്നെയാണ്. അപ്പൊ അത് മോശമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരാളൊരു കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ഗൈനക്കോളജി കേസാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് എല്ലാവരും വളരെ സുഖപ്രസവത്തോടു കൂടി കഴിഞ്ഞു പോയി എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് കൂടിയിട്ടുള്ള അവരുടെ ഫംഗ്ഷന് കൂടിയിട്ടുള്ള എല്ലാവരും അറിയാം എവിടെയായിരുന്നു, എന്തായിരുന്നു, ആരായിരുന്നു നോക്കിയിരുന്നത്. ഈ കെയറിങ്, ഈ ശ്രദ്ധ, ഇത് തന്നെയാണ് എല്ലാ ബിസിനസ് രംഗത്തും. ഞങ്ങളുണ്ടാകുന്ന പ്രൊഡക്റ്റുകളിൽ ഞങ്ങൾ ഗുണമേന്മ തന്നെയാണ് ഞങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇനിയുള്ള തലമുറകളോട് പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ നിലവിൽ തന്നെ കേരളത്തില് ഇപ്പൊ അവിടെ ഇന്നോവേഷൻസ്, പുതിയ കാര്യങ്ങളിൽ കണ്ടെത്തുക, പുതുതലമുറക്ക് അത് കൈമാറുക. കേരളത്തിൽ സിയാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സോളാർ, ഇപ്പോൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏറ്റവും വലിയ സോളാറുള്ളത് ഇപ്പം വളരെ ഗ്രൂപ്പിൻ്റെ അടുത്താണ് കേരളത്തിൽ. അപ്പൊ അതിനൊക്കെ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന തലമുറയോട് ഞങ്ങൾക്ക് ഈ 3 ശ്ലോകങ്ങള് ഞങ്ങളുടെ ഫൗണ്ടർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ്: സത്യം, കഠിനാധ്വാനം, വിജയം. ഇതല്ലാതെ മറ്റൊരു കുറുക്കു വഴിയും ബിസിനസ് വിജയത്തിനില്ല.
മറ്റുള്ളതൊക്കെ തന്നെ ഇതിൽ എന്തെങ്കിലും മായങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും എന്തെങ്കിലും മായങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ട്രീറ്റ്മെന്റ് കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, മറ്റുള്ള സാമൂഹ്യ സേവനത്തിന്റെ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ സേവനം സംസാരിക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ്. ഗുണമേന്മ നിലനിർത്തുക, ആ ഗുണമേന്മ നിങ്ങളെ കുറിച്ച് സംസാരിക്കട്ടെ. Thank you, sir. That's a very valuable answer, sir.